ഇന്ത്യക്ക് വേണ്ടതും എണ്ണ, ഇനി ലഭിക്കാൻ പോകുന്നതും യഥേഷ്ടം എണ്ണ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ഭിന്നതകൾ ഇതാ മറനീക്കി പുറത്തുവരികയാണ്. ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ പ്രധാന കൂട്ടായ്മയായ ഒപെക് പ്ലസ് ആ സംഘടന. ഈ സംഘടനയിൽ നിന്നും UAE പിന്മാറിയിരിക്കുന്നു. അങ്ങനെ ഊർജ പ്രതിസന്ധി, ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിസന്ധി ഒന്നുകൂടി തുറന്നു കാട്ടുന്നതാണ്. നേരത്തെ തന്നെ സൗദി, ഖത്തർ, ഒമാൻ രാജ്യങ്ങളുമായി UAEക്ക് കടുത്ത അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. ഇനി മെയ് 1 മുതൽ UAE ഈ ഒപെക് സംഘടനയുടെ ഭാഗമായിരിക്കില്ല എന്ന ഔദ്യോഗികമായ കടുത്ത ഭാഷയിലെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഒപെക് രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു സ്ഥാപക അംഗരാജ്യം എന്നതിൽ ഉപരിയായി ആഗോള ഊർജ രാഷ്ട്രീയത്തിന്റെ വലിയൊരു തലപ്പത്തായിരുന്നു UAE ഇതുവരെ. സാമ്പത്തിക വിഷയം വരുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടല്ല എന്ന സത്യവും ഇതാ പുറത്തു വരുന്നു. UAEയുടെ ഒരു നയപരമായ തീരുമാനമാണ് ഈ പുറത്തുപോക്ക്. ഏറെ ചർച്ച ചെയ്ത ശേഷമാണ് ഈ തീരുമാനമെന്നാണ് UAEയുടെ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ത്യക്ക് പക്ഷേ അതൊന്നും ഒരു തടസ്സവുമാകില്ല. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും സ്വാഭാവികമായി നിലവിൽ ഇന്ത്യ എണ്ണ പതിവ് പോലെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഒപെക്കിൽ നിന്നും UAE പുറത്തു പോകുന്നത് ഇന്ത്യക്ക് വലിയൊരു നേട്ടം കൂടിയാണ്. എണ്ണ വില കുറയാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തെല്ലൊന്നുമല്ല ഈ എണ്ണവില കുറച്ചിൽ ഗുണകരമാകുന്നത്. ഒപെക് രാജ്യങ്ങൾ എണ്ണവില നിയന്ത്രിച്ചുകൊണ്ട് ആഗോള വിപണിയിൽ വില പിടിച്ചു നിർത്തുകയാണെന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അമേരിക്ക അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇനി സ്വതന്ത്രമായി UAEക്ക് ഇന്ത്യ അടക്കം രാജ്യങ്ങൾക്ക് എണ്ണ വിതരണം ചെയ്യാനാകും. ഇതിനർത്ഥം ഇന്ത്യക്ക് UAE നേരിട്ട് എണ്ണ ഇറക്കുമതി ചെയ്യുമെന്നാണ്. അതും ഡോളറിലല്ല, രൂപയിൽ തന്നെ കൂടുതൽ തോതിൽ എണ്ണ ഇന്ത്യക്ക് ലഭിച്ചാൽ ഇന്ത്യയിൽ എണ്ണവില കുറയും, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും UAEക്കൊപ്പം വളരും. രാജ്യത്തിന്റെ ദേശീയ താല്പര്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു നിർണായക തീരുമാനമെന്നാണ് UAE വ്യക്തമാക്കുന്നത്. മേഖലയിലെ നയപരമായ വികാസങ്ങളും വിപണിയുടെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങളുമൊക്കെ കണക്കിലെടുത്താണ് ഒപെക്കിൽ നിന്നും തങ്ങൾ പുറത്തു പോകുന്നതെന്ന് UAEയുടെ ഊർജ മന്ത്രി സുഹൈൽ അൽ മസ്റൂയിയാണ് വ്യക്തമാക്കിയത്. എണ്ണ ഉൽപാദനത്തിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ളതും സുരക്ഷിതമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇത് ഒപെക്കിൽ നിന്നും ഒപെക് പ്ലസിൽ നിന്നും തങ്ങൾ പുറത്തു പോകുന്നു എന്നാണ് അവർ പറയുന്നത്. ഇത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന്റെ ഫലമാണെന്ന് മറ്റൊരു ഭാഷ്യമുണ്ട്. എണ്ണവില നിയന്ത്രിക്കുന്നതിൽ ഒപെക്കിനുള്ള ആ കുത്തക ഭീമൻ അധികാരം, അവകാശം, ഇതൊക്കെ അമേരിക്ക തെല്ലൊന്നുമല്ല തലവേനാക്കിയിരിക്കുന്നത്. ഒപെക് രാജ്യങ്ങൾ അമേരിക്കയുമായി എണ്ണ കച്ചവടത്തിൽ മത്സരിക്കുന്നത് പൊളിച്ചു കൊടുക്കുക എന്ന US ലക്ഷ്യമാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒപെക്കിന്റെ യഥാർത്ഥ നേതാവായി കണക്കാക്കപ്പെടുന്നത് സൗദി അറേബ്യയാണ്. സൗദിക്ക് UAEയുടെ പിന്മാറ്റം വലിയൊരു തിരിച്ചടിയാണ്. സഖ്യത്തിന്റെ കരുത്ത് കുറയ്ക്കാൻ ഇത് നിസ്സംശയം ഇടയാക്കും. 2019 ഖത്തറും ഒപെക്കിൽ നിന്ന് പിന്മാറിയിരുന്നു. നിലവിൽ ഒമാൻ, ബഹ്റിൻ രാജ്യങ്ങളും ഈ കൂട്ടായ്മയുടെ ഭാഗമല്ല. അങ്ങനെ ഒപെക്കിനെ US പിളർത്തി എന്ന് വേണമെങ്കിൽ ഇനി പറയാം. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഇടപെടലുകളെ തുടർന്നുണ്ടായ സംഘർഷങ്ങളും ആഗോള എണ്ണ വിതരണത്തിനുണ്ടായ തടസ്സങ്ങളുമാണ് UAEയുടെ ഈ തീരുമാനത്തിന് പിന്നിലെന്ന് സുവ്യക്തം. ലോകത്തെ 1/5 എണ്ണയും പ്രകൃതിവാതകം കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്കിലെ സുരക്ഷാ ആശങ്കകൾ ഗൾഫ് രാജ്യത്തിന്റെ കൂടെ ഒപെക്കിന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് UAEയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ സുരക്ഷാ ആശങ്കകൾ UAEയുടെ തനത് എണ്ണ വിപണിയെയും കാര്യമായി ബാധിച്ചിട്ടുമുണ്ട്. വിപണിയിലെ ഈ അസ്ഥിരതകൾക്കിടയിൽ ഒപെക്കിന്റെ ഏകോപനം ദുർബലപ്പെടുന്നത് എണ്ണ വിതരണ ശൃംഖലയെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഭാഗം പറയുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAEയുമായുള്ള നേരിട്ടുള്ളൊരു കരാർ ഇപ്പോഴും നിലവിലുണ്ട്. ഈ കരാർ പ്രകാരം കൂടുതൽ എണ്ണ, പ്രകൃതിവാതകം ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇനി മറ്റൊന്നും നോക്കാനില്ല. UAE ഒമാനെയും റഷ്യയും പോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു സഹകരണ രാജ്യമായി UAE തുടരുക തന്നെ ചെയ്യും.